എറണാകുളത്തും പാലക്കാട്ടും ബാങ്കുകളുടെ പേരിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്. എറണാകുളത്ത് യൂണിയൻ ബാങ്കിന്റെ പേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യുവാവിന്റെ 4 ലക്ഷം രൂപ തട്ടിയെടുത്തു. പാലക്കാട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ ലഭിച്ച വാട്സാപ്പ് സന്ദേശം തുറന്നയാൾക്ക് 30,000 രൂപ നഷ്ടമായെന്നും പരാതി. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന്റെ പുതിയ വഴികൾ തേടുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ. എറണാകുളത്ത് യൂണിയൻ ബാങ്കിന്റെ പേരിൽ വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ജലീൽ എന്ന യുവാവിന്റെ 4,03,000 രൂപ തട്ടിയെടുത്തത്. വീട് പണിക്കും ഭാര്യയുടെ പ്രസവത്തിനുമായി PF പിൻവലിച്ചും ലോൺ എടുത്തും കടം വാങ്ങിയും കൂട്ടിവച്ച തുകയാണ് നഷ്ടമായത്. ജലീലിന്റെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ് സംഘം OTP ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈക്കലാക്കിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 എൻ്റെ ഫോണിലേക്ക് ഒരു OTP വരികയും OTP വന്ന ഉടനെ തന്നെ ഡെബിറ്റ് ആയിപ്പോയി. അങ്ങനെ 4,08,000 എനിക്ക് നഷ്ടപ്പെട്ടു. ഇതിന്റെ കാരണം അന്വേഷിച്ച് പോയപ്പോഴാണ് സൈബർ സെല്ലിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയത്. എൻ്റെ ഫോൺ നോക്കുന്ന സമയത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെയിം യൂണിയൻ ബാങ്കിന്റെ മറ്റൊരു ആപ്പ് ഇതിലേക്ക് കിടക്കുന്നുണ്ട്. അത് വഴി എങ്ങനെ വന്നത് എനിക്കറിയില്ല, ബോധപൂർവ്വം ഞാൻ ചെയ്തിട്ടില്ല. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വാട്സാപ്പിൽ ലഭിച്ച സന്ദേശം തുറന്നതോടെയാണ് പാലക്കാട് പൊൽപ്പുള്ളി സ്വദേശിക്ക് 30,000 രൂപ നഷ്ടമായത്. വാട്സാപ്പിൽ വന്ന മെസ്സേജിൽ ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ഫയലാണ് വന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ മെസ്സേജ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുമായിരുന്നു. ടെക്സ്റ്റ് മെസ്സേജിൽ പൈസ പോയതായിട്ടാണ് കാണുന്നത്. പണം നഷ്ടമായവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.